രണ്ട് ബുദ്ധികേന്ദ്രങ്ങൾ തമ്മിലുള്ള മത്സരം. ബുദ്ധിയും കുസൃതിയും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ചോദ്യങ്ങൾ ലളിതമായിരിക്കും, പക്ഷേ ഉത്തരങ്ങൾ നിങ്ങളെ കറക്കിക്കളയും. ആര് ജയിക്കും, ആര് വീഴും? ഇതാ നിങ്ങളുടെ സ്വന്തം ഇഞ്ചോടിഞ്ച്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ മത്സരാർത്ഥികളുടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? വൈഗ. വൈഗ ഏത് ക്ലാസ്സിലാ? നയൻത്തിൽ. ശിവനീത. ടിൻസാണോ? അല്ലല്ല. അല്ല, ഒരേ ഡ്രസ്. മോളുടെ പേരെന്താ? വൈദേഹി. ഓക്കെ. വൈഭവ്. സൗഭാഗ്യ. ആരതി. വിനീത. ആതിര. ശിവസൂര്യ. എവിടെ സ്ഥലം എല്ലാവരുടെ? കഴക്കൂട്ടൊന്നും വരിക. ഓക്കെ, എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. രസകരമാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ പിന്നീട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാനങ്ങനെയൊക്കെ പലതും പറയും. ആൻസർ പറയുക, 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ. ക്ലൂസൊക്കെ ഇഷ്ടം പോലെ തരും. ഓക്കെ, ചിലപ്പോൾ ഞാൻ ആൻസറും പറഞ്ഞു തരും, നിങ്ങൾ വേറെ ആൻസർ പറയണമെന്നേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ പറഞ്ഞാലും മതി. ഓക്കെ, എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാലകത്തിയാൽ തല പിളരും. ആര്? ആമ അല്ല, തേങ്ങ അല്ല, ഒരു ഉപകരണം. ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, തേങ്ങ പൊതിക്കുന്ന സാധനമല്ല. കാലകത്തിയാൽ വായ പിളരും, തല പിളരും. എന്താണ്? ക്ലൂ. നമ്മൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. പിച്ചാത്തിയല്ല, കത്രിക. അപ്പോൾ ഒരാൾ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ആ കുട്ടി ആൻസറൊക്കെ പറഞ്ഞു. ഇത്രയും ആൻസർ പറഞ്ഞിട്ട് ഒരെണ്ണം ശരിയായത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാല് പിടിച്ചാൽ രക്ഷിക്കുന്നവനാര്? അച്ഛനമ്മ. അച്ഛനും അമ്മയൊക്കെ രക്ഷിക്കുമല്ലേ? ക്ലൂ ജീവനില്ലാത്ത സാധനമാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. കുട. ഈ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കിട്ടാൻ വിഷമമാണ്, പക്ഷെ കളയാൻ എളുപ്പമാണ്. പെട്ടെന്ന് പോവും, നാട്ടുകാരെല്ലാം കളയും. നമുക്കുള്ളൊരു സാധനമാണ്, അത് കാണാനൊന്നും പറ്റത്തില്ല. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാധനം. എല്ലാ പേർക്കൊന്നും കാണത്തില്ല, ചിലർക്ക് കാണും. അത്രയും നല്ല പ്രയാസമാണ്. എന്ത് പേര്? നല്ല പേര്, സൽപ്പേര്, ഗുഡ് വിൽ എന്നൊക്കെ പറയും. ഓക്കെ, കറക്റ്റ് ആൻസറാണ്. പെട്ടെന്ന് ക്ലിക്കായിട്ട്. ഓക്കെ, അടുത്ത നാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു സാധനം പെട്ടെന്ന് ക്ലിക്കാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൂട്ടി തിന്നാൻ എല്ലാ പേർക്കും ഇഷ്ടമാണ്, പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാറില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇതെടുത്ത് കഴിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർന്നില്ല. ഒറ്റയ്ക്ക് നല്ല നോളജ് ഉള്ളവരാ. ഒറ്റയ്ക്ക് നമ്മൾ കഴിക്കാറില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെട്ടാത്ത പുര, പൊളിയാത്ത പുര, വീഴാത്ത പുര. എന്താണ്? കെട്ടിയിട്ടുമില്ല, പൊളിയത്തുമില്ല, ഒരിക്കലും പൊളിയത്തില്ല, വീഴത്തുമില്ല. എന്താണ്? മല അല്ല, പ്രകൃതിയുടെ വരദാനമായ. എന്താണ്? മേഘമല്ല, ആകാശം. മേഘം പറഞ്ഞാൽ ഇവിടെ ഭൂമി പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ അടുത്ത ആഘോഷമായിരിക്കുന്നു. ഇപ്പോൾ ഉത്തരം പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലും ഇല്ല, കയ്യും ഇല്ല, പക്ഷെ വയറുണ്ട്. ആറ്റിൽ ചാടിയാൽ 1000 പേരെ അങ്ങ് ഉള്ളിലാക്കും. ആരാണ് ഞാൻ? തിരമാല. മീനല്ല, മീനുമായിട്ട് ബന്ധമുള്ള സാധനം. 1000 പേരെ ഉള്ളിലാക്കും. ഒരുപാട് കണ്ണുകളൊക്കെ ഉള്ള സാധനം. നീരാളി. രണ്ടല്ല, കാലും ഇല്ല, കയ്യും ഇല്ല, വയറും ഉണ്ട്, പക്ഷെ ആറ്റിൽ ചാടിയാൽ 1000 പേരെ അകത്താക്കുകയും ചെയ്യും. വല കറക്റ്റ് ആൻസറാണ്. എല്ലാവരും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതൊക്കെ പറഞ്ഞോളൂ. 2 ക്വസ്റ്റിൻ്റെ ആൻസർ ആരും പറഞ്ഞില്ല അല്ലേ ഈ ടീമിൽ? പറഞ്ഞു. 2 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ലീഡ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. എല്ലാവരും പണ്ട് മുതൽ നിങ്ങളൊക്കെ കേട്ട് കേൾവിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കൊക്കിരിക്കും കുളം വറ്റി. എന്താണ്? വിളക്ക് കറക്റ്റ് ആൻസറാണ്. 2 അതെ, നിങ്ങളുടെ ചേച്ചിയും അനിയത്തിയൊക്കെയാണോ? അതെ, അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ആകെ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൊച്ചിയിൽ വിതച്ചു, കൊയിലാണ്ടിയിൽ കൊയ്തു. എന്താണ് സാധനം? നമ്മൾ കഴിക്കുന്ന സാധനം. 2 സാധനങ്ങൾ. കൊച്ചിയിലായിരിക്കും. കശുവണ്ടിയല്ല, കുസൃതി ചോദ്യം. ഇവിടെ നമ്മൾ ആ സാധനം നടന്നെങ്കിൽ അതിൻ്റെ ഫലം ദൂരെ എവിടെന്നെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ സമയത്തൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും. പൈനാപ്പിൾ അല്ല, പാഷൻ ഫ്രൂട്ട്. ഗ്രേപ്പല്ല.
തറയിലാണ് നടുന്നത്. തറയിൽ നട്ടിട്ട് അത് ഇങ്ങനെ 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 പടർന്ന് പറന്നു പോയി. മത്തങ്ങ ഇവിടെയാണ്. അപ്പോൾ കോപ്പി അടിച്ചു. ഓക്കെ, അപ്പോൾ മോളാണ് ആൻസർ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടുപേരുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ചുണ്ടില്ലാതെ ചിരിക്കുന്നവനാര്? നേരത്തെ ഇതിൻ്റെ ആൻസർ പറഞ്ഞായിരുന്നു. ഞണ്ടല്ല, നേരത്തെ നീരാളിയാണ്. ഇനിയിപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ ആൻസറുകളൊക്കെ ഇവിടെ അതും പ്രകൃതിയുടെ ഒരു വരദാനമാണ്. ചേച്ചി ആദ്യം പറഞ്ഞത് ആകാശമല്ല, ആകാശത്തുള്ള മേഘം. ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ചെടിമേൽ കായ കായമേൽ ചെടി എന്താണ്? ഇപ്പൊ പറഞ്ഞാൽ തോപ്പിക്കാം. ചെടിമേൽ കായ കായമേൽ ചെടി എന്താണ്? ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൻസറിലുണ്ട്. തെങ്ങല്ല, ചെടിമേൽ കായ കായമേൽ ചെടി. പൈനാപ്പിൾ. യെസ്, കറക്റ്റ് ആൻസർ. മനസ്സിലായി അത് പെട്ടെന്ന്. ഞാൻ വിചാരിച്ചു പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി ആതിരയാണ്. ആതിരയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും VMTVയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ഇന്നത്തെ നമ്മുടെ എൻജോയ്ഡിഞ്ച് പ്രോഗ്രാമിലെ മത്സരാർത്ഥികൾ കഴക്കൂട്ടത്ത് നിന്നുള്ളതായിരുന്നു. അതിൽ ആതിരയാണ് വിജയിച്ചത്. എന്തായാലും എല്ലാ പേരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ ആൻസർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എൻജോയ്ഡിഞ്ച് പ്രോഗ്രാമിൽ ഇന്ന് ചിന്തിക്കുകയും ഒപ്പം ചിരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കും അതോടൊപ്പം ആൻസറൊക്കെ തപ്പിപ്പിടിച്ച് എടുത്ത നമ്മുടെ മത്സരാർത്ഥികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.